അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ചക്കാത്തിന് കിട്ടുന്നതൊന്നും എനിക്ക് വേണ്ട. നിനക്കിത് ചക്കാത്തിന് നീ ഇത് ഒപ്പിച്ചെടുത്തതല്ലേ. അങ്ങനെ തുടങ്ങി ചില വാക്കുകളൊക്കെ നമ്മൾ മലയാളത്തിൽ തന്നെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. കുറച്ചുകൂടി പഴയ കാലത്തത് കുറച്ചുകൂടി വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ചക്കാത്തിന് കിട്ടുക അഥവാ സൗജന്യമായി കിട്ടുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെ കിട്ടുന്ന സംഗതി, ഫ്രീ ആയിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് ഒപ്പിച്ചെടുക്കുന്ന, ദാനമായൊക്കെ കിട്ടുന്ന വസ്തുക്കൾ, അതാണ് ചക്കാത്തിന് കിട്ടുക എന്നൊരു പദപ്രയോഗത്തിൻ്റെ അർത്ഥം. വാസ്തവത്തിൽ അത് വരുന്നത് എവിടെ നിന്നാണെന്ന് ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇസ്ലാമിലെ വളരെ പവിത്രമായ, വളരെ മഹത്തരമായ സക്കാത്ത് എന്ന് പറയുന്ന അതീവ ശ്രേഷ്ഠതയുള്ള ഒരു ആരാധനാ കർമ്മം, അതിൽ നിന്നാണ് ഈ മലയാളത്തിൽ ചക്കാത്ത് എന്ന രൂപത്തിലേക്ക് മാറിയ ഒരു വാക്ക് ഉത്ഭവിക്കുന്നത്, രൂപം പ്രാപിക്കുന്നത്. അപ്പോൾ ആ ഒരു സക്കാത്ത് എന്ന് പറയുന്ന വലിയ ആരാധനാ കർമ്മത്തെക്കുറിച്ച് മലയാളികൾക്കിടയിൽ, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ പൊതുവെ, ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ പോലും ഉണ്ടായൊരു തെറ്റിദ്ധാരണ കൂടി ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് അതിനെ എത്രയോ മഹത്തരമായൊരു സംഗതിയെ എത്രമാത്രം വികലമായിട്ടാണ് ആളുകൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. എന്താണ് ഈ സക്കാത്ത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം സൃഷ്ടിക്കുകയും ഈ ലോകത്ത് മനുഷ്യന്മാർക്കിടയിലുള്ള ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ, അതൊക്കെ സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നത് സമ്പത്ത് എന്ന് പറയുന്ന ഒരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുത്തിട്ടാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൻ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ പറഞ്ഞത് ജഅലല്ലാഹു ലക്കും ഖിയാമൻ, അതുകൊണ്ടൊരു നിലനിൽപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കുണ്ടാക്കി തന്നിരിക്കുന്നു എന്നാണ്. അഥവാ സമ്പത്താണ് ആളുകൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, പിന്നെ ഓരോ കാര്യങ്ങൾ വാങ്ങാൻ, വിൽക്കാൻ, ഇതിനൊക്കെ അടിസ്ഥാനമായി ഈ ക്രയവിക്രയങ്ങൾക്ക്, ഇങ്ങനെയുള്ള കുറേ ഇടപാടുകൾക്ക് ഒക്കെ അവരൊരു ഉപാധിയായി, മാനദണ്ഡമായി സ്വീകരിക്കുന്നത് സമ്പത്തിനെയാണ്. അപ്പോൾ പണം, സമ്പത്ത് എന്നത് മനുഷ്യൻ്റെ ജീവിതവുമായി അത്രയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അവിഭാജ്യമായ ഘടകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ഈ നിലനിൽപ്പും ജീവിതവും ഒക്കെ സംവിധാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ മേലാണ്. അപ്പോൾ അതിന് പ്രാധാന്യമുണ്ട്. അതിനോടനുബന്ധിച്ചാണ്, അതിൻ്റേതായ ഒരു ഇബാദത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായി മനുഷ്യൻ നിർവഹിക്കുന്ന ആരാധനാകർമ്മങ്ങളിൽ നിർബന്ധമായി പഠിപ്പിച്ചതാണ് സക്കാത്ത് എന്ന് പറയുന്ന പവിത്രമായ ആരാധനാകർമ്മം. അപ്പോൾ അത് മനുഷ്യർ പൊതുവേ മറ്റൊരുപാട് നിസ്കാരം, അതുപോലെ തന്നെ നോമ്പ്, ഹജ്ജ് പോലുള്ള ആരാധനാ കർമ്മങ്ങളെ മനുഷ്യൻ അതിൻ്റേതായ ഗൗരവത്തിൽ ഉൾക്കൊള്ളുമെങ്കിലും പലപ്പോഴും സക്കാത്ത് എന്ന ആരാധനാ കർമ്മത്തെ അതിൻ്റേതായ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾക്ക് പോലും സാധിക്കാറില്ല. ഒന്നുകിൽ അതിനെ തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും ആളുകൾ മനസ്സിലാക്കി വരുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ഒരു പ്രകൃതത്തെക്കുറിച്ച്, ഒരു പൊതു സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് കാണാം. ഒരേ സമയം രസകരവും അതേസമയം നമ്മളെക്കുറിച്ച് നമ്മളെ കൂടുതൽ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വചനം കൂടിയാണിത്. അതിൽ അള്ളാഹു പറയുന്നു, ഖുൽ, പ്രവാചകരെ അങ്ങ് പറയുക, ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഖജനാവുകൾ അതെങ്ങാനും നിങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നെങ്കിൽ, നിങ്ങളാണത് കൈകാര്യം ചെയ്ത്, നിങ്ങളുടെ ഉടമസ്ഥയിലാണത് എങ്കിൽ, ഇതൻ ലഅംസക്തും ഖശ്യത്തൽ ഇൻഫാഖ്, അതുപോലും നിങ്ങൾ ചെലവഴിച്ചാൽ തീർന്നു പോകുമോ എന്ന് കരുതി അതിന് ഭയപ്പെട്ട് നിങ്ങൾ പിശുക്കി വെക്കുമായിരുന്നു. അപ്പോൾ പടച്ചവൻ്റെ കാരുണ്യത്തിൻ്റെ ഖജനാവുകൾ പോലും മനുഷ്യൻ അങ്ങനെയാണ്, മനുഷ്യൻ്റെ പ്രകൃതമാണത്. മനുഷ്യന് കയ്യിൽ കിട്ടിയതൊക്കെയും അവൻ്റേതാക്കി സ്വരുക്കൂട്ടി വയ്ക്കാനാണ് താല്പര്യം. അത് കൊടുക്കാൻ, അത് പങ്കുവയ്ക്കാൻ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസമുള്ള സംഗതി തന്നെയാണ്. അവന് ബുദ്ധിമുട്ടാണ്. അവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. വകാനൽ ഇൻസാനു ഖതൂറ, മനുഷ്യൻ പിശുക്കനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. അപ്പോൾ ഇതിനെ, നമ്മുടെ സമ്പത്ത്, നമ്മൾ സമ്പാദിക്കുന്നത്, നമ്മുടെ ജോലി, നമ്മുടെ അടുക്കലുള്ള അസറ്റുകൾ, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള നമ്മുടെ വരുമാന സ്രോതസ്സുകൾ, ഇതൊക്കെ ഈ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച് തന്ന ഈ വലിയൊരു അനുഗ്രഹത്തെ, അതിനുള്ള നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായി തന്നെ ആലോചിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ആളുകൾ സമൂഹത്തിൽ പല തട്ടുകളിലാണുള്ളത്.
സാമ്പത്തികമായി, സാമൂഹികമായി, വൈജ്ഞാനികമായി ഒക്കെ ആളുകൾക്ക് പല ഏറ്റക്കുറച്ചിലുകളുണ്ടാകാം. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെക്കുറിച്ചും അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവാണ് റിസ്ക്കുകൾ, ഉപജീവനങ്ങൾ അല്ലാഹുവാണ് വീതിച്ചു കൊടുക്കുന്നത്. ഓരോ മനുഷ്യർക്കും എന്താണ് അവർക്കുണ്ടാകേണ്ടത് എന്നത് നിശ്ചയിക്കുന്നത് പടച്ചവനാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു സുഖ്റുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നത് കാണാം. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. നാം ആണ് അവരുടെ മഈശത്ത്, അവരുടെ ജീവനോപാധികൾ ഈ ഐഹിക ജീവിതത്തിൽ, ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ നാം ആണ് അവർക്ക് വീതിച്ചു കൊടുത്തത്. വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്ത്. ചിലരേക്കാൾ കൂടുതൽ പദവികൾ ഉയർത്തി. ചിലർക്ക് ഒരുപാട് സമ്പത്തുണ്ടാകും, ചിലർക്ക് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലായിരിക്കും അവർ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ഒരു ദിവസത്തെ ഭക്ഷണത്തിന് പോലും, ഒരു നേരത്തെ വകയ്ക്ക് പോലും ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകാം. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലെ ഏറ്റക്കുറച്ചിലുള്ള ആളുകളുണ്ടാകാം. ഇതിനോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? വിശുദ്ധ ഇസ്ലാം അതിലെ പരിപാവനമായ സക്കാത്ത് എന്ന വലിയ ആരാധനാ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞു, സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അവരുടെ നിലനിൽപ്പിനായി നിശ്ചയിച്ച വലിയൊരു സംവിധാനമാണ്. അത് നൽകിയ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നതാണ് ഏറ്റവും ഒന്നാമതായി നമുക്ക് വേണ്ടത്. അത് മാത്രമല്ല, അത് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാത്രം കേന്ദ്രീകരിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാഴ്ചപ്പാടല്ല. സമ്പന്നർ സമ്പന്നനായി തന്നെ പോകുന്നു, ദരിദ്രൻ എപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ തന്നെ ജീവിക്കുന്നു, മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല, സമ്പത്തിൻ്റെ ക്രയവിക്രയങ്ങൾ നടക്കുന്നില്ല. നമുക്കറിയാം, പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ നാണയങ്ങൾക്ക് ചക്രം എന്നായിരുന്നു പറഞ്ഞിട്ട്, അഥവാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും പണം കറങ്ങിക്കൊണ്ടിരിക്കേണ്ട, സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മുകളിൽ നിന്ന് താഴേക്ക്, പിന്നെ വീണ്ടും മുകളിലേക്ക്, അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കേണ്ട, ചാക്രികമായി ചലിക്കുന്ന ഒന്നായിരിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ടാണ് യുദ്ധാർജിത മുതലുകളെക്കുറിച്ച് പറയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നടത്തുന്ന പരാമർശം കാണാം. അള്ളാഹുവിനും റസൂലിനും അതിൽ അവകാശമുണ്ട്, അതിൽ ഓഹരിയുണ്ട്. അത് പണ്ട് കാലത്ത് ഗോത്രങ്ങളും അതുപോലെ തന്നെ വംശങ്ങളും ഒക്കെ നടക്കുന്ന യുദ്ധങ്ങൾ പോലെ ഒരാൾ യുദ്ധം കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ എടുത്തു പോകാൻ കഴിയുന്ന ഒന്നല്ല അത്. അതിന് കൃത്യമായ അവകാശികളുണ്ട്. ഇസ്ലാമിലാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം പറയുന്നത് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ അദ്ദേഹത്തിന് ഒരു കൈകാര്യ കർത്തൃത്വമുണ്ട്. പ്രവാചകനാണ് ഇത് വീതിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ അനാഥ മക്കൾക്ക് അതിൽ അവകാശമുണ്ട്. വൽ യതാമ വൽ മസാക്കീൻ വബ്നിസ് സബീൽ, മിസ്കീന്മാർക്ക്, ആവശ്യക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, ദരിദ്രർക്ക്, അവശർക്ക്, ആലംബഹീനർക്ക് അതിൽ അവകാശമുണ്ട്. വബ്നിസ് സബീൽ, യാത്രക്കാർക്കുണ്ടാവും അവകാശം. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇതിന് കാരണം കൈ ലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും, നിങ്ങൾക്കിടയിലെ സമ്പന്നന്മാരിൽ മാത്രം അത് കേന്ദ്രീകരിച്ച് അവർക്കിടയിൽ മാത്രം അത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നായി മാറി തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനൊരു സംവിധാനം ചെയ്തിട്ടുള്ളത്. അഥവാ സമ്പത്ത് എന്നത് സമ്പന്നന്മാരിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നർത്ഥം. എന്നാൽ ഈ സക്കാത്ത് എന്നത് എന്താണ്? സക്കാത്ത് എന്നത് ഈ സാമ്പത്തികമായ അസമത്വങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ ഈ ഒരു പ്രശ്നത്തെ നേരിടാൻ വേണ്ടി ഇസ്ലാം കൊണ്ടുവന്ന ഒന്നാണോ? ഇതിലൂടെ ഉണ്ടാവുന്നു എന്നത് ശരിയാണ്. സക്കാത്ത് കൊടുക്കുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് അവരുടെ ദാരിദ്ര്യത്തെ മറികടക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ അവർ ലഭിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് എന്നത് നമ്മൾ അത് ലഭിക്കുന്ന ആളുകളെക്കുറിച്ചല്ല, അത് കൊടുക്കുന്ന ആളുകളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. സക്കാത്ത് എന്നത് നമ്മൾ കൊടുക്കുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, അവരുടെ ദാരിദ്ര്യത്തിനൊരു പോംവഴി കാണുക എന്ന അർത്ഥത്തിൽ മാത്രമല്ല. അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഈ സക്കാത്ത് കൊടുക്കുന്ന മനുഷ്യൻ്റെ ആ വ്യക്തിയുടെ സംശുദ്ധീകരണമാണ്. ആ മനുഷ്യൻ്റെ വ്യക്തി വിശുദ്ധി കൂടുതൽ മൂർച്ചയുണ്ടാക്കിയെടുക്കുക എന്നാണ് ഇസ്ലാം അതിലൂടെ ഉദ്ദേശിക്കുന്നത്. സ്വയം ഒരു മനുഷ്യൻ സംസ്കരിക്കുക, സ്വയം ഒരു മനുഷ്യൻ വിശുദ്ധിയുടെ പാത സ്വീകരിക്കുക, ഒരു മനുഷ്യന് അവൻ്റേതായ ആത്മനിയന്ത്രണവും അവന് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം താൻ സമ്പാദിച്ചുണ്ടാക്കിയ, തൻ്റെ വിയർപ്പ് ഒഴുക്കി ഉണ്ടാക്കിയ ആ സമ്പത്ത് കൊടുക്കാൻ തയ്യാറുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സക്കാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥം തന്നെ ശുദ്ധീകരണം, സംശുദ്ധി, വിശുദ്ധി, അതുപോലെ തന്നെ വികാസം എന്നൊക്കെയുള്ള അർത്ഥം സക്കാത്ത് എന്ന പദത്തിന് തന്നെ വരാനുള്ള കാരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സക്കാത്ത് ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുക എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ ആയത്ത് നമുക്ക് കാണാം. അതിൽ പറയുന്നത് തന്നെ, ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹി. പ്രവാചകരെ, അങ്ങ് അവരുടെ സമ്പത്തുകളിൽ നിന്ന് അതിൻ്റെതായ സക്കാത്ത് താങ്കൾ വാങ്ങുക, താങ്കൾ അവരിൽ നിന്ന് സ്വീകരിക്കുക. എന്താണത്? തുതഹിറുഹും വതുസക്കീഹിം. ഈ പ്രക്രിയ അവരെ ശുദ്ധീകരിക്കുന്ന ഒന്നാണ്, അവരെ സംസ്കരിക്കുന്ന ഒന്നാണ്. അഥവാ
നമ്മളെപ്പോഴും സക്കാത്തിനെ പലപ്പോഴും കാണാറുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഔദാര്യമായിട്ടാണ്. പണക്കാർ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന, ദരിദ്രർക്ക് കൊടുക്കുന്ന ഔദാര്യം അല്ല എന്നുള്ളതാണ്. സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഒന്നാമത്തെ ആവശ്യക്കാരൻ ഇത് കൊടുക്കുന്നവനാണ്. അവൻ്റെ വ്യക്തി വിശുദ്ധിയാണ്, അവൻ്റെ സാമ്പത്തിക വിശുദ്ധിയാണ്, അവൻ്റെ ആത്മീയമായ സംസ്കരണമാണ്. അതിനുശേഷമാണ് ദരിദ്രൻ്റെ, അവൻ കൊടുക്കുന്നയാളുടെ, അത് വാങ്ങുന്നയാളുടെ പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അയാളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ഒക്കെ വരുന്നത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ സ്വഹാബിയാണ്. അദ്ദേഹത്തെ യമനിലേക്ക് അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ജനങ്ങൾക്ക് ശരിയായ ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ നിയോഗിക്കുന്ന സന്ദർഭം നമുക്ക് കാണാം. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം അവരോട് യഥാർത്ഥ വിശ്വാസം, ശരിയായ ആദർശം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞത് സക്കാത്തിനെ കുറിച്ചാണ്. കാരണം ഇസ്ലാമിൽ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണല്ലോ സക്കാത്ത്. വിശുദ്ധ ഖുർആനിലും തിരു ഹദീസുകളിലുമൊക്കെ എത്രയോ അധികം തവണയാണ് നിസ്കാരവും സക്കാത്തും ഒരുമിച്ച് ചേർത്ത് പറഞ്ഞത്. അഖീമുസ് സ്വലാഹ് വആതു സക്കാ, യുഖീമൂന സ്വലാഹ് വയുതൂന സക്കാ. അഥവാ അത്രയേറെ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന പ്രാധാന്യപൂർവ്വമുള്ള സംഗതിയാണ് സക്കാത്ത് എന്നർത്ഥം. നിസ്കാരത്തെ ഗൗരവപൂർവ്വം കാണുന്ന ആളുകൾ സക്കാത്തിനെയും ആ ഗൗരവപൂർവ്വം ഇന്ന് കാണാതിരിക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞ വചനങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി. മുആദ് റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അവരെ പിന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അവർ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് അന്നല്ലാഹ ഇഫ്തറദ അലൈഹിം സ്വദഖത്തൻ, അവർക്ക് സ്വദഖ നിർബന്ധമാണ്. അഥവാ സക്കാത്ത്, ഇവിടെ സ്വദഖ എന്ന വാക്കിൻ്റെ അർത്ഥം സക്കാത്ത് എന്നാണ്. അല്ലാതെ ഒരാൾ സ്വയം കൊടുക്കുന്ന നിർബന്ധമല്ലാത്ത സ്വതക്കയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിർബന്ധമായ സക്കാത്ത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഫി അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്ന്. തുഖദു മിൻ അഗ്നിയാഇഹിം വ തുറദ്ദു അലാ ഫുഖറാഇഹിം, അവരുടെ സമ്പന്നന്മാരിൽ നിന്ന്, അഥവാ സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള സാമ്പത്തിക ശേഷിയുള്ള അതിൻ്റെ കാലാവധിയൊക്കെ തികഞ്ഞ ആളുകളിൽ നിന്ന് അത് പിന്നെ പിടിച്ചെടുക്കപ്പെടണം, അത് സ്വീകരിക്കപ്പെടണം, അത് ഒരുമിച്ച് കൂടണം. അവരിൽ നിന്നത് ശേഖരിച്ച് തുറദ്ദു അലാ ഫുഖറാഇഹിം, അവരിലെ ദരിദ്രന്മാരിലേക്ക് അത് എത്തിക്കണം. അപ്പോൾ സമ്പത്ത് സമ്പന്നന്മാരിൽ നിന്ന് ഇത്ര ഒരു കാലാവധി എത്തിയ ഇത്ര മാത്രം സാമ്പത്തികമായ ശേഷിയുള്ള ആളുകളിൽ നിന്ന് പിന്നെ എടുക്കപ്പെടുകയും അത് ദരിദ്രരായ, ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. പക്ഷേ ഇതിനെ ചിലപ്പോഴൊക്കെ റമദാൻ വരുമ്പോൾ ആളുകൾ ഇതിനെ തെറ്റായി മനസ്സിലാക്കാറുണ്ട്. അതായത് റമദാനിലാണ് സക്കാത്ത് നിർബന്ധമുള്ളത് എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ടാവാം. അത് ശരിയല്ല. റമദാനിലല്ല സക്കാത്ത് നിർബന്ധമായിട്ടുള്ളത്. റമദാനിൽ ഫിത്ർ സക്കാത്താണുള്ളത്. റമദാൻ ഒരു മനുഷ്യൻ്റെ ഇത്ര ഓരോ അയാളുടെ വരുമാന സ്രോതസ്സിനും സാമ്പത്തികമായ ഇനങ്ങൾക്കും അതിൻ്റേതായ സക്കാത്തുണ്ടല്ലോ. അത് എപ്പോഴാണോ എത്തുന്നത് അതിന് ഓരോന്നിനും കാലാവധി ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്, ഓരോന്നിനും ഇത്ര അളവ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് എത്തിക്കഴിഞ്ഞു ആ സമയത്ത് എപ്പോഴാണോ അതിൻ്റെ സമയം നിശ്ചയിച്ചത് അപ്പോൾ ആ സക്കാത്ത് കൊടുത്തു വീട്ടുക എന്നുള്ളതാണ്. അത് റമദാൻ ആണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും. റമദാനിൽ മാത്രമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. വിശിഷ്യ റമദാനിൻ്റെ അവസാന ദിനങ്ങളിൽ, പെരുന്നാളിനോട് അടുക്കുന്ന സമയങ്ങളിൽ പണക്കാരിങ്ങനെ കുറേ നാണയത്തൊട്ടുകളോ അല്ലെങ്കിൽ നോട്ടിൻ കെട്ടുകളോ ഒക്കെയായി ഇങ്ങനെ കാത്തു നിൽക്കുകയും കുറേ പാവപ്പെട്ട ആളുകൾ, പ്രായഭേദമന്യേ കുറേ പാവങ്ങളായ ആളുകൾ അവരുടെ വീടുകൾക്ക് മുന്നിൽ വന്നു നിന്നിങ്ങനെ ഓച്ചാനിച്ച് നിന്ന് ആ നാണയത്തൊട്ടുകൾക്ക് അല്ലെങ്കിൽ ആ ചില്ലറ തൊട്ടുകൾക്ക് വേണ്ടി പിന്നെ കാത്തു നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥയല്ല ഈ സക്കാത്ത്. അത് സമൂഹം ഇന്ന് മൊത്തം തെറ്റിദ്ധരിച്ചൊരു സംഗതിയാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതല്ല, അത് സക്കാത്തിൽ പെടുന്നില്ല. അത് സ്വതക്കയാണ്. അതൊരാൾ കൊടുക്കുന്ന അയാളുടെ ഇത്രയും കൊടുക്കാവുന്ന ഐച്ഛികമായ അയാളുടെ ഇച്ഛക്കനുസരിച്ച് അയാൾക്ക് നിർവഹിക്കാൻ കഴിയുന്ന ദാനധർമ്മങ്ങളാണ്. എന്നാൽ ഇസ്ലാമിൽ നിർബന്ധമായ സക്കാത്ത് അതിൻ്റെ ഓരോ കാര്യങ്ങളെയും അള്ളാഹുവും റസൂലും കൃത്യമായി പഠിപ്പിച്ചു എന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ 60-ാമത്തെ ആയത്തിലൂടെ സക്കാത്ത് എന്നത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി അതിൻ്റെ ഇനങ്ങൾ, ഏത് വിഭാഗം ആളുകൾക്കൊക്കെയാണ് അത് അവകാശപ്പെട്ടത് എന്നത് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു തെറ്റിദ്ധാരണ, സമ്പത്ത് അല്ലെങ്കിൽ പൈസ, നമ്മുടെ പണം അല്ലെങ്കിൽ സ്വർണം, ഇത്തരം കാര്യങ്ങൾ മാത്രമേ സക്കാത്തുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അല്ല, നമ്മുടെ വരുമാന സ്രോതസ്സുകളിൽ ഇസ്ലാം അതൊക്കെയും വളരെ സൂക്ഷ്മമായി കൃത്യമായി നമ്മളെ പഠിപ്പിച്ചാണ് മുന്നോട്ട് പോയത്. അപ്പോൾ റമദാനിലല്ല സക്കാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഓരോ ഇനങ്ങളും നമ്മുടെ അടുത്തുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിന് സക്കാത്തുണ്ട്, സ്വർണം വെള്ളി ഇതിന് സക്കാത്തുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് കറൻസി അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് എന്ന ഗണത്തിൽ നമുക്ക് പെടുത്താം. അതുപോലെ തന്നെ കന്നുകാലികൾ,
അതുപോലെ തന്നെ ധാന്യങ്ങൾ, ഫലവർഗ്ഗങ്ങൾ, നമ്മുടെ കൃഷിയാണെങ്കിൽ തന്നെ അത് നമ്മൾ സ്വയം ജലസേചനം നടത്തി ഉണ്ടാക്കിയതാണോ അതല്ല മഴ മൂലം നമ്മൾ പ്രത്യേകിച്ച് പിന്നെ ജലസേചനത്തിന് മറ്റു വഴികളൊന്നും കാണാതെ പ്രകൃത്യാ തന്നെ അതുണ്ടായി വന്ന വിളവാണോ, അതിന് വെവ്വേറെ സക്കാത്തുണ്ട്. നമുക്ക് എന്തെങ്കിലും നിധി കിട്ടി അതിന് സക്കാത്തുണ്ട്. കന്നുകാലികൾക്ക്, ആട്, മാട്, ഒട്ടകത്തിന്, ഇതിനൊക്കെ വെവ്വേറെ സക്കാത്തുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയും എപ്പോഴാണ് ഇതിനൊക്കെ എത്ര എത്തിയാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, എത്ര കാലമാണ് ഇതിൻ്റെയൊക്കെ സക്കാത്തിൻ്റെ കാലാവധി, നമ്മൾ കൊടുക്കേണ്ട സമയം, ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സക്കാത്തിന് നിഷേധിച്ച ആളുകൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സമയത്ത് അന്ന് അദ്ദേഹം അവരോട് പ്രതികരിച്ചത്, വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലൗ മനഊനി ഇഖാലൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ പ്രവാചകന് കൊടുത്തുകൊണ്ടിരുന്ന ഒരൊട്ടകത്തിൻ്റെ കയർ, അവർ സക്കാത്തായി ഉണ്ടായിരുന്നല്ലോ, ഒട്ടകം കൊടുക്കുമ്പോൾ ഒരു കയറും ഉണ്ടാവുമല്ലോ, അതാണെങ്കിൽ പോലും അവർ എനിക്ക് നിഷേധിച്ചാൽ, അത് കൊടുക്കുന്നില്ല എന്നവർ പറഞ്ഞാൽ, ഞാൻ അവരോട് ലഖാത്തൽ തുഹുമാലി, ഞാൻ അവരോട് എതിരിടും, ഞാൻ അവരോട് യുദ്ധം ചെയ്യും. അഥവാ സക്കാത്ത് എത്ര ചെറുതാണെങ്കിലും അത് നിർബന്ധമാണ്, അത് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ കാലാവധി എത്തുമ്പോൾ അത് കൃത്യമായി നമ്മൾ കണക്ക് കൂട്ടി നമ്മുടെ സമ്പത്തിൽ നിന്ന് ആ ഒരു ശുദ്ധീകരണം നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന് ചുരുക്കം. അപ്പോൾ അത് നമ്മൾ വെറുതെ ആളുകൾക്ക് കൊടുക്കുന്ന, ഭിക്ഷ യാചിക്കുന്നവർക്ക് കൊടുക്കുന്ന ചില നാണയത്തൊട്ടുകൾ, അല്ലെങ്കിൽ റമദാനിൽ കൊടുക്കുന്ന ഫിത്ർ സക്കാത്ത്, റമദാനിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകൾ കൊടുക്കുന്ന പിന്നെ കുറച്ച് നോട്ടുകൾ അല്ലെങ്കിൽ നാണയങ്ങൾ, ഇതല്ല സക്കാത്ത് എന്ന് മനസ്സിലാക്കണം. അത് നമ്മുടെ പിന്നെ ഔദാര്യവുമല്ല നമ്മൾ ചെയ്യുന്നത്. നേരെ മറിച്ച് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഇനങ്ങൾ നിശ്ചയിച്ച്, ഏതൊക്കെ ആളുകൾക്കാണ് അവകാശപ്പെട്ടത് എന്ന് പറഞ്ഞ് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത അവകാശമാണ് സക്കാത്ത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സക്കാത്തിനെ കൊടുക്കാനും സക്കാത്ത് ആ നിലക്ക് തന്നെ നിർവഹിക്കാനും, അതിൻ്റെ നമ്മുടെ വരുമാന സോഴ്സുകൾ കൃത്യമായി മനസ്സിലാക്കി എവിടെയൊക്കെയാണ് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത് എന്നത് തിരിച്ചറിഞ്ഞു കൊടുക്കാനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുനാഫിഖൂനിൽ, സൂറത്തുൽ മുനാഫിഖൂൻ അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സന്ദർഭം വിവരിക്കുന്നത് കാണാം. അതിൽ അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ റിസ്ക്കിൽ നിന്ന്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ചെലവഴിക്കണം. നിങ്ങൾക്ക് മരണം എത്തുന്നതിന് മുൻപ്, മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാൾക്ക് മരണം എത്തുന്നതിന് മുൻപ് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ സാമ്പത്തികമായി ഇത്തരം കാര്യങ്ങൾ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വിശുദ്ധ ഖുർആനിലെ സൂക്തം കൂടിയാണ്. ഒരു മനുഷ്യൻ മരണപ്പെട്ട അയാളുടെ മരണാസന്നനായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ അപ്പോൾ പറയുന്നത്, മരണം എത്തിക്കഴിഞ്ഞാൽ ഫയഖൂല റബ്ബി ലൗല അഖർതനി ഇല അജലിൻ ഖരീബ്, അപ്പോൾ ഒരു മനുഷ്യൻ ആവശ്യപ്പെടുമെന്നാണ്, ലൗല അഖർതനി ഇല അജലിൻ ഖരീബ്, അള്ളാഹുവേ കുറച്ച് സമയം കൂടി എന്നെ ഒന്ന് നീട്ടിത്തരണം, എൻ്റെ ആയുസ്സിനൊന്ന് കുറച്ചുകൂടി എനിക്ക് അതൊന്ന് ദീർഘിപ്പിച്ച് തരണം. എന്തിനാണ്? ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, എങ്കിൽ ഞാൻ മുമ്പ് കൊടുക്കാതിരുന്ന സമ്പത്തിൽ നിന്ന് ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തോളാം, ഞാൻ നല്ലൊരു വ്യക്തിയായി, ഒരു സ്വാലിഹായ മനുഷ്യനായി മാറിക്കോളാം. അപ്പോൾ ഒരാളുടെ മരണം മുന്നിൽ കണ്ടാൽ അയാൾ ഒന്നാമതായി അയാളുടെ മനസ്സിൽ വരുന്ന താൻ വീഴ്ച വരുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് സക്കാത്തിലും സ്വതഖയിലുമൊക്കെ അയാൾ വരുത്തിയ വീഴ്ചകൾ. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ, ആ ഒരു നഷ്ടബോധവും ആ ഒരു ഖേദപ്രകടനവും പിന്നെ ഒരിക്കലും തിരുത്താൻ കഴിയാത്ത ആ ഒരു തെറ്റും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഈ റമദാനിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ സക്കാത്തിലും സ്വതഖയിലും ആ ഒരു മൂല്യം, അതിൻ്റെ ഒരു മൂല്യം തിരിച്ചറിഞ്ഞ്, അതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞുള്ള ഇടപെടൽ നമ്മൾ നടത്തുക. അതൊരിക്കലും നമ്മളുടെ ഔദാര്യമല്ല, അള്ളാഹു നമുക്ക് തന്ന ഔദാര്യത്തിൽ നിന്ന് അള്ളാഹു പറഞ്ഞ ആളുകൾക്ക്, ഇത്ര അളവ് കൃത്യമായി നിശ്ചയിച്ചു പറഞ്ഞ ആ ആളുകൾക്ക്, ആ ഇനങ്ങൾക്കൊക്കെയും അവരുടെ അവകാശങ്ങൾ നമ്മൾ കൊടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ സമ്പത്ത് സമ്പാദിക്കാനും, അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ വിനിയോഗിക്കാനും, ഏറ്റവും നല്ല നന്മകൾക്ക് നമ്മുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്താനും, ഈ സമ്പത്തിൻ്റെ അവകാശികൾക്ക് അത് കൊടുത്തുവിട്ടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.